ലോകത്തിലെ ഏറ്റവും വലിയ കായം വ്യാപാര കേന്ദ്രമാണ് ഹത്രാസിലെ ഈ മാർക്കറ്റ്. ഭക്ഷണത്തിൽ രുചിക്കും മണത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് കായം. ഫെറുല്ല ചെടിയുടെ വേരിൽ നിന്ന് ഊറിവരുന്ന കറ ഉണക്കിയാണ് ഇവർ കായം നിർമ്മിക്കുന്നത്. വേരുകളുടെ കറയിൽ നിന്ന് ലഭിക്കുന്ന അസഫൊറ്റിഡ ഉണക്കി പൊടിച്ചെടുക്കുന്നു. എന്നാൽ അസംസ്കൃത രൂപത്തിലിരിക്കുമ്പോൾ ഇതിന് ദുർഗന്ധമുണ്ടാകും. പക്ഷെ പാകം ചെയ്യുമ്പോൾ അത് വിഭവങ്ങൾക്ക് രുചികരവും സ്വാദുമാകുന്നു. हमें कौन कौन सी चीज़ें कितनी कितनी डाली जाती हैं, ये सारी चीज़ें हाथरस के कारीगरों को बखूबी मालूम है, जिससे कि उनको मालूम पड़ता है कि इसमें अलग तरीके के 10 ब्रांड है हमारे पास में, जिसमें कम पैसों से लेके बड़े तक इसमें सभी ब्रांडों की चीज़ें आपको हमारे पास में पाई जाएंगी. जिसमें आप देख सकती हैं इस तरीके से 200 रुपये से स्टार्ट होती है और जाके 20,000 रुपये तक की हींग हमारे पास में मौजूद है. 2023 ഹത്രാസ് കായത്തിന് ഭൂമിശാസ്ത്രപരമായ സൂചിക ടാഗ് ലഭിച്ചത്. ഇതോടെ തങ്ങളുടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വിശാലമായ അംഗീകാരവും നേട്ടങ്ങളും വികസനവും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇവിടുത്തെ വ്യാപാരികൾക്ക് പറയാനുള്ളത് ഭരണകർത്താക്കളിൽ നിന്നുമുള്ള അവഗണനയുടെ കഥകളാണ്. बेरोजगारी, ये सड़क का यहाँ हमारा कुछ होता नहीं, कोई पार्टी हमारी सुनती नहीं, उसको ही ध्यान में रखेंगे, जो कैंडिडेट अच्छा होगा उसको वोट देंगे. जीएसटी ने तो जीना ही हराम कर रखा है, हमारा व्यापार सारा खत्म करके रख दिया. जीएसटी जब से आई है व्यापार पूरा ठल है. नोटबंदी और ये जितनी भी उन्होंने सरकारी योजना लाई हैं उसके बाद से सड़कों पे आप देख सकते हैं पूरा बाजार खाली है, कुछ भी नहीं है, जीना हराम है, खाने तक के लाले पड़ रहे हैं. सरकार सुनती नहीं है कोई सी भी. उसी को देखते हुए आगे का वोट जो है हम जो भी कैंडिडेट अच्छा होगा उसको देंगे. जो बाहर के प्रत्याशी आए हुए हैं ये सरकार ने गलत दी है. हाथरस के आदमी को क्यों नहीं टिकट दी जाती? जो हाथरस में लोकल में रहे वो किसी से जो करता है इन टिकटों को बांटता है उनसे ये कहना चाहता हूँ कि आप ऐसा कुछ ना करें, बाहर के प्रत्याशी को ना दें. അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഹത്രാസിലെ വ്യാപാരികളുടെ പ്രധാന വിഷയം. ലോകോത്തര വിപണിയായി അംഗീകരിക്കപ്പെട്ടിട്ടും കുഴികൾ നിറഞ്ഞ റോഡും ഓടുമേഞ്ഞ കെട്ടിടങ്ങളും വഴിനീളെ നിറഞ്ഞിരിക്കുന്ന മാലിന്യങ്ങളുമാണ് ഇവിടെ കാണാനുള്ളത്. 1991 മുതൽ ഒരു തവണ ഒഴികെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP വിജയിച്ചിട്ടുള്ള കോട്ട കൂടിയാണിത്. എങ്കിലും വ്യാപാരികളുടെ അതൃപ്തി പ്രകടമാണ്. മെയ് 7 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിൽ BJP SP നേരിട്ടുള്ള മത്സരമാണ് ഉണ്ടാവുക. എന്നാൽ തങ്ങളുടെ ആശങ്കകൾ സംബന്ധിച്ച് അർത്ഥവത്തായ ഇടപെടൽ നടത്തണമെന്നാണ് ഹത്രാസ് വ്യാപാരികളുടെ ആവശ്യം. മാത്രമല്ല, പ്രാദേശിക പ്രശ്നങ്ങൾ അറിയാത്ത സ്ഥാനാർത്ഥികളെ പാർട്ടിക്കാർ നിർദ്ദേശിക്കുമ്പോൾ അവരെ പുറത്തുള്ളവർ ആയിട്ടാണ് കണക്കാക്കുന്നതെന്നും ഹത്രാസിലെ ജനങ്ങൾ പറയുന്നു. BJPയുടെ അനൂപ് പ്രധാൻ, SP-യുടെ ജസ്വീർ വാൽമീകി, BSPയുടെ ഹോം ബാബു ദർഗൻ എന്നിവരാണ് ഹത്രാസ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ.